ഹലോ ഡിയർ +1 സ്റ്റുഡൻസ്, ഇത്തവണത്തെ മാത്സിൻ്റെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. കോണിക് സെക്ഷൻ മോഡലിന് ഇത്തിരി ടഫായിട്ടായിരുന്നു വന്നത്. സോ നമ്മളിത് ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ കോണിക് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ കോണിക്സ്, ഈ ഇക്വേഷൻസ് ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് മേ ബി സർക്കിൾ ആയിരിക്കാം, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പരാബോളയാണോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മുടെ കോണിക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + by² + dx + ey + f = 0 എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ x²ൻ്റെയും y²ൻ്റെയും കോഎഫിഷ്യൻസ് എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സർക്കിൾ. എയുടെയും ബിയുടെയും സൈൻ സെയിം ആണെങ്കിൽ, ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. സെയിം സൈൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ എലിപ്സ്. ഇതിന്റെ സൈൻ എയുടെയും ബിയുടെയും സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോള. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഒന്നെങ്കിൽ x² അല്ലെങ്കിൽ y². ഏതെങ്കിലും ഒരു ടേം മാത്രം ഉള്ളെങ്കിൽ അതിനെ നമ്മൾ പരാബോള എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 3x² - y² + x - 2y + f = 0. ഇവിടെ നമ്മുടെ x²ന്റെ കോഎഫിഷ്യന്റ് 3ഉം y²ന്റെ കോഎഫിഷ്യന്റ് -1ഉം ആണ്. അതായത് x²നെ y²നെ കോഎഫിഷ്യൻസ് ഓപ്പോസിറ്റ് സൈൻ ആണ്. അതിന്റെ ആൻസർ ഹൈപ്പർബോള ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ x² + 3y². ഇവിടെ എയുടെയും ബിയുടെയും സൈൻ സെയിം ആണ്, അതുകൊണ്ട് അതിനെ എലിപ്സ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2x² + 2y². അതായത് x²നെ y²നെ കോഎഫിഷ്യൻസ് സെയിം ആണ്, രണ്ടും 2 തന്നെയാണ്. സോ ഇറ്റ് ഷുഡ് ബി സർക്കിൾ. ഫോർത്ത് വണ്ണിൽ x² - 4x - 4y + 3 = 0. ഇവിടെ നമ്മുടെ y²ന്റെ ടേം ഇല്ല, അവിടെ ഓൺലി x²ന്റെ ടേം മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി എ പരാബോള. ഹാവ് യു ഗോട്ട് ഇറ്റ്? താങ്ക് യു.